അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളായ ആളുകളെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോഴൊക്കെയും പറയുന്ന ഒരു കാര്യം, അള്ളാഹുവിനെ കുറിച്ച് അവർ ഓർത്താൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയും അവൻ്റെ ആയത്തുകൾ പാരായണം ചെയ്ത് കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈമാൻ ദുർബലപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈമാൻ ദുർബലപ്പെടുന്ന കാരണങ്ങളിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അശ്രദ്ധ. അള്ളാഹുവിനെ കുറിച്ച് ശ്രദ്ധയില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നതാണ്. അവൻ്റെ ആയത്തുകളെക്കുറിച്ച്, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊന്നും ഓർമ്മയില്ലാതെ, അല്ലെങ്കിൽ അത് ഓർക്കാൻ മെനക്കെടാതെ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഈമാൻ ദുർബലപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പാപങ്ങളിലും കുറ്റങ്ങളിലും മുഴുകി ജീവിക്കുക എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ ഒരു കാരണം അവൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാതെ അല്ലെങ്കിൽ അതിൽ മുഴുകി ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ദുനിയാവിൽ മുഴുകി അതിൻ്റെ അലങ്കാരങ്ങളുടെ പിന്നാലെ വലിയ വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഈ ആയത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആരാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറ ഫാത്തിറിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ. തീർച്ചയായും വിവരമുള്ളവർ, പണ്ഡിതന്മാർ മാത്രമാണ് അവൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ഈമാൻ ദുർബലപ്പെട്ടാൽ പിന്നെ എന്താണ് സംഭവിക്കുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഓരോ ദുർബലപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥകളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒന്നാമത്തെ ഒരു കാര്യം, ടെൻഷൻ വർദ്ധിക്കുമെന്നാണ്. ഏതൊരു കാര്യത്തെ സമീപിക്കുമ്പോഴും അസ്വസ്ഥതകൾ വരും. ഇനി എന്തായിരിക്കും എൻ്റെ ഭാവി, അല്ലെങ്കിൽ എന്തിലായിരിക്കും അത് സംഭവിക്കുക, എന്തിലായിരിക്കും അത് പര്യവസാനിക്കുക എന്ന ഭാവിയെക്കുറിച്ച് വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന, ഒരാളുടെ ഈമാൻ ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആരാധനാ കർമ്മങ്ങളിൽ അലസരാവും എന്നുള്ളതാണ്, മടി കാണിക്കും എന്ന് പറയുന്നതാണ്. അതായത് ഒരു നന്മയോടും ഒരു താല്പര്യം ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ നന്മകളിലേക്ക് വിളിച്ചാൽ അതിനോടൊരു താല്പര്യം ഉണ്ടാവുകയില്ല. അത് ഈമാൻ ദുർബലപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മുസീബത്ത് ബാധിക്കുമ്പോഴേക്ക് അങ്ങേയറ്റം അസ്വസ്ഥനാകുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന രൂപത്തിലൊക്കെ ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കൃത്യമായി സൂചിപ്പിക്കുവാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനാണ് പരമപ്രധാനം. ആ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള പഠനം, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അതിൻ്റെ പഠനം, അതേപോലെ തന്നെ സത്യവിശ്വാസികളുമായി ചേർന്ന് നിൽക്കൽ, സ്വാലിഹീങ്ങളുമായിട്ടുള്ള സഹവാസം, അതേപോലെ തന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, ചെയ്തു വന്ന പാപങ്ങളിൽ നിന്ന് വിരമിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക, അതേപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക വഴി അള്ളാഹു നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈമാനാണ്. ആ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ ചെന്ന് പതിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഇരു ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.